ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്സപ്പിലെ കുറച്ച് ഹിഡൻ ട്രിക്കുകളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ എങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം എന്നുള്ളതാണ്. അതിനാദ്യമായി നിങ്ങളുടെ മൊബൈലിലെ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ നിങ്ങൾ WA.me/ അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ കൺട്രി കോഡ് സഹിതം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 91 ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സൗദിയിലായതുകൊണ്ട് 96 ചേർത്ത് എൻ്റെ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതിനുശേഷം കണ്ടിന്യൂ ടു ചാറ്റ് എന്ന് പറയുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ നമ്പറിലെ വാട്സപ്പ് ഓപ്പണായി വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അതിലേക്ക് ചാറ്റ് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വാട്സപ്പ് ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പലരും പറയാറുള്ള ഒരു പരാതിയാണ് ഗാലറി ഫുള്ളായി അതുകൊണ്ട് സ്പേസ് ഇല്ല എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? അതിന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. മുകളിൽ 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ പോവുക. അവിടെ ചാറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മീഡിയ വിസിബിലിറ്റി എനേബിളായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മീഡിയ വിസിബിലിറ്റി എനേബിളായി കിടക്കുന്നത് നിങ്ങൾ അത് ഡിസേബിൾ ചെയ്യുക. ഇനി മുതൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളോ വീഡിയോസും ഇമേജസ് ഒന്നും ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായി സേവ് ആകുന്നതായിരിക്കില്ല. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ട്രിക്കാണ്. നമ്മൾ ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോസ്, സ്റ്റാറ്റസ് പിക്ചേഴ്സൊക്കെ കാണാറുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാറ്റസ് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് സെൻഡ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അയക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് അവരിൽ നിന്നും അയക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങനെ ഒരു അയച്ച് അവരിൽ നിന്നും അയക്കേണ്ട ഒരു കാര്യമില്ല. അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ഫോണിൽ ഒരു ഓപ്ഷനുണ്ട്. അതുവഴി നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനായി നമ്മുടെ ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡറിൽ പോവുക. ഫയൽസ് എന്ന ഫോൾഡറിൽ പോയിട്ട് നമ്മുടെ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ കണ്ടെത്തുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് സ്റ്റാറ്റസസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാറ്റസുകളും അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്റ്റാറ്റസ് ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റാറ്റസ് നമുക്ക് ലോങ് പ്രസ് ചെയ്യാമെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് വരുന്നതും താഴെ കുറേ ഓപ്ഷൻസ് കാണിക്കും. അതുവഴി നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസായിട്ട് തന്നെ ഷെയർ ചെയ്യണമെങ്കിൽ അത് വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് സ്റ്റാറ്റസായി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ധാരാളം മെസ്സേജുകൾ വാട്സപ്പിൽ വരാറുണ്ട്. അതിലെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഏകദേശം ഒരേ സൗണ്ട് ആയതുകൊണ്ട് പല ഇമ്പോർട്ടൻ്റ് മെസ്സേജുകളും നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകും. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് നോട്ടിഫൈ ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷനുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആരുടെ മെസ്സേജാണോ ഇമ്പോർട്ടൻ്റ് അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അവിടെ രണ്ടാമത്തെ ഓപ്ഷനായ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ട്യൂൺ എന്ന് പറയുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു നോട്ടിഫിക്കേഷൻ ട്യൂൺ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ കോളിനും ഒരു പ്രത്യേകം കോളർ ട്യൂണും സെറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത നല്ലൊരു ട്രിക്കാണ്. നമ്മൾ ഒരുപാട് ഗ്രൂപ്പിൽ മെമ്പേഴ്സായിട്ടുള്ളവരാണ്. അപ്പോൾ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചാറ്റിങ് നമുക്ക് അരോചകമായി തോന്നാറുണ്ട്. അപ്പോൾ പല മെസ്സേജുകളും വരുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഗ്രൂപ്പ് ചാറ്റിലെ മെസ്സേജുകൾ നമുക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും.
അപ്പോൾ ആ ഗ്രൂപ്പിൽ നടക്കുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് പിന്നീട് കാണാം, സൗണ്ട് വരുന്നതായിരിക്കത്തില്ല. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ എത്ര നേരത്തേക്ക് 8 hours, 1 week, 1 year ഇത്രയും സമയത്തേക്ക് നമുക്ക് ഈ ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് 1 year ആണെങ്കിൽ 1 year കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി 1 വർഷത്തേക്ക് ഇവിടെ ഡേറ്റ് കാണിക്കും. ആ ഡേറ്റ് വരെ നമുക്ക് ഈ ഗ്രൂപ്പിൽ നടക്കുന്ന ചാറ്റിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. പക്ഷേ എല്ലാ മെസ്സേജസും നമുക്ക് കിട്ടും. നോട്ടിഫിക്കേഷനായിട്ട് അവിടെ കിടക്കുന്നതാണ്, റെഡ് മാർക്കിൽ നോട്ടിഫിക്കേഷനായിട്ട് കിടക്കുന്നതായിരിക്കും. പക്ഷേ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്റ്റാറ്റസ് എന്ന് പറയുന്ന പോർഷൻ ക്ലിക്ക് ചെയ്യുക. മുകളിൽ 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് പ്രൈവസി എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണും. മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ്, ഒൺലി ഷെയർ വിത്ത്. മൈ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എനേബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസുകളെല്ലാം നമ്മുടെ കോണ്ടാക്ട്സിലുള്ള എല്ലാവരും കാണും. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. നമ്മുടെ കോണ്ടാക്ട്സ് ലിസ്റ്റിലുള്ള പേരുകളൊക്കെ വരും. ഇതിൽ ആരാണോ നമ്മുടെ സ്റ്റാറ്റസ് കാണേണ്ട എന്നുള്ളത് നമ്മൾ ജസ്റ്റ് അതിനകത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ 3 പേരെ ഞാൻ ടിക്ക് ചെയ്തു. ഈ 3 പേര് എൻ്റെ സ്റ്റാറ്റസ് കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ 3 പേരുടെയും പേര് ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ ടിക്ക് മാർക്ക്, ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് ഓക്കെ കൊടുക്കുന്നു. ഇനി ഈ ഓപ്ഷൻ എനേബിളായി കിടക്കുമ്പോൾ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസുകൾ ഈ 3 പേരും കാണാൻ സാധിക്കില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒൺലി ഷെയർ വിത്ത്. അതായത് നമ്മുടെ സ്റ്റാറ്റസ് ആര് മാത്രമാണ് കാണേണ്ടത്. ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് കണ്ടാൽ മതി. നമ്മുടെ കോണ്ടാക്ട്സിൽ 100 പേരോളമുണ്ട്. അതിനകത്ത് 3 പേര് കണ്ടാൽ മതിയെങ്കിൽ ഒൺലി ഷെയർ വിത്ത് അവരുടെ പേര് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മളിടുന്ന സ്റ്റാറ്റസുകൾ ഈ 3 പേർ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. താഴെ ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ പലതും പല കൂട്ടുകാർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഒരു 50% ആൾക്കാർക്ക് ഇതറിയാൻ സാധ്യതയില്ല. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.